സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ നഗരസഭയ്ക്കുള്ള സ്വരാജ് പുരസ്കാരം മട്ടന്നൂർ നഗരസഭയ്ക്ക് 40 ലക്ഷം രൂപയുടേതാണ് പുരസ്കാരം. തദ്ദേശ വകുപ്പ് മന്ത്രി എം.പി. രാജേഷാണ് 2024-25 വർഷത്തെ അവാർഡ് പ്രഖ്യാപിച്ചത്. ലൈഫ് പദ്ധതിയിൽ 534 ഗുണഭോക്താക്കൾക്ക് നഗരസഭയിൽ വീട് നിർമ്മിച്ചു നൽകി. ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 14 കുളങ്ങൾ നവീകരിച്ചു. പാലിയേറ്റീവ് രംഗത്ത് ഫിസിയോതെറാപ്പി സേവനം ഉൾപ്പെടെയുള്ള സെക്കൻഡറി യൂണിറ്റും ഏർപ്പെടുത്തി. ആരോഗ്യ മേഖലയിൽ 3 വെൽനസ് സെന്ററുകൾ സ്ഥാപിച്ചു. നികുതി പിരിവിലെ വർധനവ്, ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, അതിദരിദ്രർക്കുള്ള പദ്ധതികൾ, കുടുംബശ്രീ പ്രവർത്തനങ്ങൾ, ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ, ഹാപ്പി ഏജ് പ്രോഗ്രാം, ഭിന്നശേഷിക്കാരുടെ സംരക്ഷണം, ഉറവിട മാലിന്യ സംസ്കരണം, 3 വർഷം കൊണ്ട് 1.5 ഏക്കർ ഭൂമി സൗജന്യമായി നഗരസഭയുടെ സ്വത്താക്കി മാറ്റി, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് പൂർണ്ണമായി വിനിയോഗിച്ചു, ഹെൽത്ത് ഗ്രാന്റ് പൂർണ്ണമായി വിനിയോഗിച്ചു, നഗരസഭയിലെ 13,200 കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകുന്ന പദ്ധതി ആരംഭിച്ചു, ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തും വലിയ നേട്ടങ്ങൾ കൈവരിക്കാനായി എന്നീ നിലകളിലാണ് മട്ടന്നൂർ നഗരസഭയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. നാളിതുവരെ നടത്തിവന്ന വികസന പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് പുരസ്കാരമെന്നും ഇത് മട്ടന്നൂർ ജനതയ്ക്ക് സമർപ്പിക്കുകയാണെന്നും നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് പറഞ്ഞു. ഇത്തരമൊരു അവാർഡ് മട്ടന്നൂർ നഗരസഭയ്ക്ക് ലഭിക്കുന്നതിനിടയാക്കിയത് നാളിതുവരെയുള്ള ഭരണസമിതികളുടെ കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. മട്ടന്നൂർ പഞ്ചായത്ത് നഗരസഭയായി മാറിയതിനു ശേഷം ഒന്നാമത്തെ പ്രിയപ്പെട്ട ചന്ദ്രൻ മാസ്റ്ററുടെ ഭരണസമിതി മുതൽ ഇങ്ങോട്ട് ഈ നഗരസഭയെ ഒരു നഗരവൽക്കരണത്തിൻ്റെ പാതയിൽ കൊണ്ടുവരാൻ നടത്തിയ ഏറ്റവും കഠിനമായ പ്രയത്നങ്ങളാണ് ഈ നേട്ടങ്ങൾക്കെല്ലാം അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ഒരു നഗരസഭയ്ക്ക് എന്തൊക്കെ മേഖലയിൽ ഇടപെടാൻ സാധിക്കുമോ അത്തരം ഇടപെടലുകൾക്കെല്ലാം ലഭിച്ച അംഗീകാരമായിട്ടാണ് ഞങ്ങളിത് കണക്കാക്കുന്നത്. ഈ നാടിന് സമർപ്പിക്കുകയാണ്. മട്ടന്നൂരിലെ ജനതയാണ് ഞങ്ങളോടൊപ്പം നിന്നത്. പ്രതിസന്ധികളുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ നഗരസഭയാണിത്. വരുമാനത്തിൽ ഏറ്റവും പിറകിലും. എന്നിട്ടും നമുക്ക് സാധിക്കാവുന്ന മേഖലകളിലെല്ലാം നേട്ടങ്ങൾ കയ്യെത്തിപ്പിടിക്കാൻ നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ ജനങ്ങളാണ്. സംസ്ഥാനത്തെ മികച്ച ശുചിത്വ നഗരത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രോമിസിംഗ് സ്വച്ഛ് ഷെഹർ ഓഫ് കേരള പുരസ്കാരവും വനിതാ കമ്മീഷൻ ഏർപ്പെടുത്തിയ മികച്ച ജാഗ്രതാ സമിതിക്കുള്ള പുരസ്കാരവും മട്ടന്നൂരിന് ലഭിച്ചിരുന്നു. സ്വരാജ് ട്രോഫി 19 നടക്കുന്ന തദ്ദേശ ദിനാഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് നഗരസഭാ അധികൃതർ ഏറ്റുവാങ്ങും. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.